പീലാത്തോസ് ഗവർണറായിരുന്നപ്പോൾ അധികാരത്തോടെ കൽപ്പിച്ചവനെ ക്രൂശിക്കാൻ അവനെ ക്രൂശിച്ചു, അവൻ മരിച്ചു. പക്ഷെ ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ അവനെ, രക്ഷാനായകനായവനെ, നീതിമാനായവനെ നിങ്ങൾ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ നിർണയപ്രകാരം എന്നാൽ മൂന്നാം നാൾ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പാണ്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കേണ്ട. ദൈവത്തെ സ്തുതിച്ചാട്ട്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇസ്രായേലിൽ ചെന്നാൽ, യേശുവിനെ തിരക്കിയാൽ, അവന്റെ കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ കാൽമാവിൽ കാണാൻ ഒരു ദൂതനുണ്ട്. ദൂതൻ പറയും, ജീവനുള്ളവനെ മരിച്ചവരിൽ അന്വേഷിക്കേണ്ട. ആ തുറന്ന കല്ലറയാണ് എന്റെ നീതി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, നീ സേവിക്കുന്ന നിന്റെ കർത്താവ് കല്ലറയ്ക്കകത്താണെങ്കിൽ നിങ്ങൾ മൗനമായിരുന്നോണം. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ഹല്ലേലൂയ. പീലാത്തോസിന്റെ മുദ്രയെ പൊട്ടിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ അവന്റെ ശബ്ദം